പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവർ വിശുദ്ധരാകണമെന്നില്ല. അവർ അശുദ്ധരായിരിക്കുമ്പോൾ തന്നെ ദൈവം അവരെ തിരഞ്ഞെടുക്കുന്നു. അവരറിയാതെ അവരിൽ ചില ദൃഷ്ടികൾ ദൈവം വയ്ക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി അവരെ വേർതിരിക്കുന്നു. അവർ പോകുന്നിടത്തൊക്കെ ദൈവം അവരെ അനുധാവനം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിനായി നമ്മെ വേർതിരിക്കുന്ന ഒരു പറ്റിയ സമയം, ഉചിതമായ ഒരു സാഹചര്യം നമ്മളിൽ സൃഷ്ടിച്ചെടുക്കുവാൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം നമ്മുടെ മുൻപിൽ കർത്താവ് വീണ്ടും ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ തരുണത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കരകൗശലപ്പണി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർ പറമ്പിൽ കൂടെയും വഴിയോരത്തിലും കാട്ടിലും മേടിലുമൊക്കെ എന്തൊക്കെയോ പരതി നടക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് തന്നെ അവരുടെ പരതി നോട്ടം വളരെ അതിശയം തോന്നും. എന്താണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത്? ഒടുവിൽ അദ്ദേഹം പരതിയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില വേരുകളും കമ്പുകളും ചില കല്ലുകളും വിശേഷമായ ചില ആകൃതിയുള്ള പല വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണും. ആർക്കും വേണ്ടാത്തത്, ആരും നോക്കാത്തത്, ആരും ഒരു പ്രത്യേക പേരിലോ ഒന്നും അറിയപ്പെടാത്തത്. എന്നാൽ ഇദ്ദേഹത്തിന് ആ വിഷയത്തിൽ അതിനെ രൂപാന്തരപ്പെടുത്തിയാൽ അതെങ്ങനെയാകുമെന്നൊരു വിഷൻ, ഒരു ദർശനം, ഒരു കാഴ്ചപ്പാട് അതിലുണ്ടായി. അങ്ങനെ അദ്ദേഹം അവൻ്റെ വീട്ടിലേക്ക് അത് കൊണ്ടുപോയി അതിനെ കഴുകി വൃത്തിയാക്കി അതിന് കുത്തുപണികൾ ചെയ്ത് ചില ഡെക്കറേഷൻസും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്തതിന് ശേഷം അതിനെ കണ്ണാടിക്കൂട്ടിൽ വയ്ക്കുമ്പോൾ മനുഷ്യൻ്റെ കണ്ണിൽ അതിശയകരമായ ആശ്ചര്യം തോന്നുന്ന ഒരു മനോഹര വസ്തുവായി അത് മാറുന്നു. എന്നാൽ അതിനെ കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വഴിയോരത്തിൽ നിന്ന് എടുക്കുമ്പോൾ അതിന് ചില പേരുണ്ടായിരുന്നു. കാപ്പി പേര്, അല്ലെങ്കിൽ ഏതെങ്കിലും പേരയ്ക്ക കമ്പ്, ഉദാഹരണത്തിന് പറഞ്ഞാൽ കരുവേലകത്തിൻ്റെ തടി, പാലക്കമ്പ്, ഇങ്ങനെയൊക്കെ പല പേരുകൾ ഒരുപക്ഷങ്ങൾ അതിനുണ്ടായിരുന്നിരിക്കാം. എന്നാൽ അതിനെ മനോഹര വസ്തുവാക്കിയപ്പോൾ അങ്ങനെ ആ രൂപാന്തരപ്പെടുത്തിയതിന് ശേഷം അത് കണ്ണാടിക്കൂട്ടിൽ വന്നാൽ അതിനെ ഒരിക്കലും പേരക്കമ്പെന്നും കാപ്പി പേരെന്നും അല്ലെങ്കിൽ മറ്റ് ആഞ്ഞിലി പേരെന്നും ഒന്നും അതിനെ പേർ വിളിക്കില്ല. അതിനെ രൂപാന്തരപ്പെടുത്തിയ മനുഷ്യൻ അതിന് ചില അപരനാമം കൊടുക്കുന്നു. ആർക്കും അറിഞ്ഞുകൂടാത്തതായ ഒരു വിശേഷ പേര് അതിന് കൊടുക്കുന്നു. ചില കോഡ് ഭാഷ കൊടുക്കുന്നു അതിനെ തിരിച്ചറിയാൻ. ആ ഭാഷയിലും അല്ലെങ്കിൽ ആ പേരിലുമാണ് പിന്നെ അതിനെ ക്രയവിക്രയം ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലെയാണ് ദൈവം മനുഷ്യനെയും സ്നേഹിച്ച് തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് യാക്കോബിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. യാക്കോബിനെ ദൈവം സ്നേഹിച്ചു, തെരഞ്ഞെടുത്തു. പക്ഷെങ്കിൽ യാക്കോബ് അറിഞ്ഞില്ല. യാക്കോബ് പോയിടത്തൊക്കെ ദൈവം അവൻ്റെ പുറകെ പോയി. കാട്ടിലുറങ്ങിയപ്പോൾ ദൈവം അവിടെ ചെന്നു, അവിടെ വെച്ച് സംസാരിച്ചു. അവൻ ഏകനല്ല, അവൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം അവന് കൊടുത്തു. പത്തനാരാമിൽ അവൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിരന്തരമായിട്ട് യാക്കോബിനോട് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു ദിവസം യാക്കോബും ദൈവവുമായിട്ട് നേരിട്ടൊരു ബന്ധത്തിന് ഒരു സമയമുണ്ട് എന്നുള്ളതായ ഒരു ബോധ്യം യാക്കോബിൽ ദൈവം വളർത്തിക്കൊണ്ടിരുന്നു. തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ആടുമാടുകളും ഭാര്യമാരും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോകുമ്പോൾ യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് തന്നെ ഏകനായി ദൈവം ഒരിടത്ത് നിർത്തി. അതിനുശേഷം അവനോട് ഹൃദ്യമായി സംസാരിച്ചു. അവനോട് അവൻ്റെ പേരിനെ കുറിച്ച് സംസാരിച്ചു. അവനോട് പറഞ്ഞു, നിന്റെ പേര് യാക്കോബ് എന്നാണ്. നാട്ടിലെല്ലാം നിന്നെ കളിപ്പീരുകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. വലിയ വലിയ ദോഷകരമായ അല്ലെങ്കിൽ മോശമായ നാമമാണ് നിന്റെ പേരിൽ കിട്ടിയിരിക്കുന്നത്. നിന്നെ തിരിച്ചറിയുന്നതെല്ലാം പിടിച്ചപറിക്കാരനെന്നും ജ്യേഷ്ഠനെ കളിപ്പിച്ചവനെന്നും ഉപായി എന്നും എന്ന് പല പല പേരുകൾ നിന്നെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ നിന്റെ പേര് മാറ്റുവാൻ പോകുകയാണ്. പഴയ പേരിൽ എനിക്ക് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരു പുതിയ പേര് ഞാൻ നിനക്ക് തരുന്നു. ആ പേര് ഇസ്രായേൽ എന്നായിരിക്കും. എന്നാൽ യാക്കോബ് ഇസ്രായേൽ എന്നുള്ള പേര് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ആഴത്തെക്കുറിച്ചൊരു ദർശനമുണ്ടായിരുന്നില്ല.
വീണ്ടും യാബോക്ക് നദി കടന്നതിന് ശേഷം ദൈവവുമായിട്ട് യാക്കോബിന് ബന്ധമുണ്ടെങ്കിലും വീണ്ടും യാക്കോബ് യാക്കോബ് എന്നുള്ള പേര് കൊണ്ട് തന്നെയാണ് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും തൻ്റെ ദാസീദാസന്മാരും ഒക്കെയും ദേശമൊക്കെ അറിയപ്പെട്ടിരുന്നത്. താൻ സമ്പാദിച്ച സ്വത്തുകളെല്ലാം യാക്കോബ് എന്ന പേരിലാണ് എഴുതിയത്. എന്നാൽ കനാൻ ദേശത്ത് താൻ കുടിയിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. ആ വെളിപ്പാടിൽ അല്ലെങ്കിൽ ആ പ്രത്യക്ഷത അല്പം കർക്കശ സ്വഭാവത്തോടു കൂടിയാണ്, കർക്കശ സ്വരത്തോടു കൂടിയാണ് ദൈവം യാക്കോബിന്റെ മുൻപിൽ വന്നത്. യാക്കോബിനോട് ചോദിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, യാക്കോബേ, ചില നാളുകൾക്ക് മുമ്പ് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ഞാൻ നിന്റെ പേരൊന്ന് മാറ്റിയില്ലേ, ഇസ്രായേൽ എന്ന പേര് വിളിച്ചില്ലേ? പിന്നെ നീ വീണ്ടും നീ യാക്കോബ് ആകുന്നത് എങ്ങനെ? നീ ഇപ്പോഴും യാക്കോബ് എന്ന പേരിലാണോ അറിയപ്പെടുന്നത്? ദൈവം കർശനമായി അവനോട് സംസാരിച്ചു. അവിടെ പറയാണ്, ഇനിയും മേലാൽ നിന്റെ പേര് ഇസ്രായേൽ എന്ന് തന്നെ വിളിക്കണം. ദൈവം അവനെ ഇസ്രായേൽ എന്ന് പേർ വിളിച്ചു തുടങ്ങി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഒരു സ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതി നമ്മളിൽ കൂടെ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് പോലും അറിയില്ല ദൈവം നമ്മുടെ പേര് മാറ്റിയെന്ന്. പക്ഷെങ്കിൽ ദൈവം നമ്മുടെ പഴയ പേരിലും സ്വഭാവത്തിലും അല്ല നമ്മെ അറിയപ്പെടുന്നത്. ഒരു പുതിയ പേര് കൊടുക്കും, ഒരു പുതിയ നാമം, ഒരു പുതിയ അർത്ഥം. നാം ഡിക്ഷണറിയിലും പണ്ഡിതന്മാരോടും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ, ഈ യാക്കോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പറയും ഉപായി എന്നാണ്, പിടിച്ചുപറിക്കാരൻ. പല പല പേര് അർത്ഥങ്ങൾ ആ ഭാഷയിൽ കൂടെ അവർ നമുക്ക് വിവർത്തനം തരും. വീണ്ടും അവരോട് ചോദിക്കുക, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിനായി നിയമിക്കപ്പെട്ടവൻ, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവൻ, ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ പദ്ധതികൾ നടത്തുന്നവൻ, ദൈവം സ്നേഹിക്കുന്നവൻ എന്നൊക്കെ പല പല അർത്ഥങ്ങൾ അവർ ഡിക്ഷണറിയിലും ആ ഭാഷാന്തരങ്ങളിലുമൊക്കെ നമ്മോട് സംസാരിക്കും. എന്നാൽ നമുക്ക് ദൈവത്തോടൊന്ന് ചോദിക്കാം, ദൈവമേ, നീ യാക്കോബിന് ഇസ്രായേൽ എന്നുള്ള പേര് കൊടുത്തല്ലോ, അതിന്റെ അർത്ഥം എന്താണ് എന്ന് ദൈവത്തോട് നമ്മളൊന്ന് ചോദിച്ചാൽ ദൈവം അതിനൊരു മറുപടി തരും. എന്താണെന്നറിയാമോ? മോശയോട് ദൈവം യാക്കോബിന് ദൈവം ഇട്ട പേരിന്റെ അർത്ഥം എന്താണെന്ന് വളരെ ഹൃദ്യമായി മോശയോട് സംസാരിച്ചു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, മോശേ, നീ ചെന്ന് ഫറവോനോട് പറയണം, ഇസ്രായേൽ എന്റെ മകൻ. പ്രൈസ് ദി ലോർഡ്. അതിൽ അല്പം പോലും കുറഞ്ഞ ഒരു അർത്ഥത്തിലും അല്ലെങ്കിൽ കുറഞ്ഞ ഒരു ചാരിതയിലും ആ പേരിനെ ദൈവത്തിന് വിളംബരം ചെയ്യുവാൻ ഇഷ്ടമില്ല. ഇസ്രായേലിനെ ദൈവം സ്നേഹിച്ചത് ഇസ്രായേൽ എൻ്റെ മകൻ. ദൈവം ഉദ്ദേശിച്ച അർത്ഥം എൻ്റെ മകൻ എന്നാണ്. നമ്മൾ ഭാഷാന്തരത്തിൽ പല അർത്ഥങ്ങൾ അതിന് കൊടുക്കും. പക്ഷെ ദൈവം കൊടുക്കുന്ന പേരിന്റെ അർത്ഥമോ എൻ്റെ മകൻ. നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ച് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നപ്പോൾ നമ്മെക്കുറിച്ച് ദൈവം ഇട്ട പേരിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ പുത്രന്മാർ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ എൻ്റെ പുത്രൻ. ദൈവത്തിന് ഒരു ലജ്ജയുമില്ല. ദൈവം അങ്ങനെ ലജ്ജ കൂടാതെ ഇസ്രായേലിനെ എൻ്റെ പുത്രൻ എന്ന് മോശയോട് നാമീകരിക്കുമ്പോൾ നമ്മോടും ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നിങ്ങളും ദൈവത്തിന്റെ പുത്രന്മാർ. ക്രിസ്തുവിൽ കൂടെ നാമും പുത്രന്മാരായി അവനോട് കൂട്ടവകാശികളായി തീർന്നു. അതിൽ കുറഞ്ഞ ഒരു ഗ്രേഡ് അല്ല ദൈവത്തിന് ഉദ്ദേശിക്കുന്നത്, നമ്മെ പുത്രന്മാരാക്കി. എന്തുകൊണ്ട്? നാം അവകാശികളാകേണ്ടതിന് വേണ്ടി. പുത്രന്മാർക്ക് മാത്രമേ അവകാശികളാകുവാൻ കഴിയുള്ളൂ. ഈ പുത്രത്വത്തിന്റെ അധികാരത്തിലാണ് ദൈവം നമ്മെ ചില ഉടമ്പടികൾ നമ്മളുമായിട്ട് ചെയ്തത്. നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, കാരണം നീ എൻ്റെ മകൻ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ വളരെ മനോഹരമായ ഇൻപമായ ശബ്ദം ഈ പ്രഭാതത്തിൽ നമ്മെ തേടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ സാധാരണ മനുഷ്യരല്ല. നിങ്ങൾ അശുദ്ധരായിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ സ്നേഹിച്ചു. എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ചത് മറ്റൊന്നിനു വേണ്ടിയല്ല, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ദൈവം നമ്മോട് പറയാണ്,
നീ കേവലം മക്കൾ എന്നുള്ളൊരു നാമീകരണത്തിലല്ല, അവൻ്റെ പുത്രന്മാർ, അവൻ്റെ അവകാശികൾ. അവനോട് പുത്രത്വത്തിൻ്റെ അവകാശം, അത് നിയമപരമായി അവകാശപ്പെടുവാൻ യോഗ്യതയുള്ള ഒരു കൂട്ടം ജനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നൊരു അവകാശം, ഒരധികാരം നമ്മളിൽ കടന്നു വരുന്നതും വരെയും പൈശാചികമായ പോരാട്ടങ്ങൾ നമ്മുടെ മേൽ ജയിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മളിൽ ചില സ്വാധീനങ്ങൾ കാണും. എന്നാൽ ഒരു പുത്രന്റെ മേലിൽ, ഒരു പുത്രത്വമുള്ളവന്റെ മേലിൽ പൈശാചികമായ പോരാട്ടം സാധ്യമല്ല. അവൻ പുത്രനാണ്. പുത്രത്വത്തിന്റെ ആത്മാവ് അവനിൽ കൊണ്ട് അവൻ അവന്റെ പിതാവിനെ വിളിക്കുന്നത് അബ്ബാ പിതാവേ. അങ്ങനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ളതായ ഒരു അധികാരവും അവകാശവും അവന്റെ കയ്യിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ കൊടുത്തു. അവൻ ദൈവത്തെ വിളിക്കുന്നത് പിതാവേ. അങ്ങനെയാണ് കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുവരെയും ശിഷ്യന്മാർക്ക് അങ്ങനെയുള്ള ഒരു വെളിപ്പാടുണ്ടായിരുന്നില്ല. നമ്മൾ മനുഷ്യൻ ദൈവത്തിന്റെ പുത്രന്മാരാകാമെന്ന് അവർ ഒരിക്കലും ഗ്രഹിച്ചിരുന്നില്ല. അതൊരു പുതിയ അറിവ്, ഒരു പുത്തൻ അറിവ്. നാം ദൈവത്തിന്റെ പുത്രീപുത്രന്മാരായി തീരുവാൻ ദൈവം നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. നാം അവന്റെ സന്നിധിയിൽ കഴിക്കുന്ന യാചനയും പ്രാർത്ഥനയും അപേക്ഷകളൊക്കെയും ഒരു പുത്രൻ പിതാവിനോട് സംസാരിക്കുന്നത് പോലെ അവൻ അതിനെ കൈക്കൊള്ളുന്നു. അവന്റെ ഉചിതമായ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ പുത്രന്മാരെന്നുള്ളതായ ഒരു നിശ്ചയം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും അത് ദൈവം കേട്ടു എന്നുള്ളതായ ഒരു കൺഫർമേഷൻ നിങ്ങളുടെ ഹൃദയത്തിൽ ലഭിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആ കൺഫർമേഷൻ ലഭിക്കുന്നില്ലേ, അതിന്റെ അർത്ഥം നിങ്ങൾ ഇതുവരെയും അവന്റെ പുത്രന്മാരാകുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. പുത്രനെങ്കിലോ നിങ്ങൾ അവകാശികളാകുന്നു, നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും യാചനയും അവൻ കേൾക്കുക തന്നെ ചെയ്യും. എന്നാൽ കേൾക്കുന്ന പ്രാർത്ഥനയ്ക്കും നമ്മുടെ യാചനകൾക്കുമൊക്കെയും തൻ്റെ ഹിതപ്രകാരം ചില കാര്യങ്ങൾ നടപടിയായി തൻ്റെ ഹിതം പോലെ തൻ്റെ സമയത്ത് നമുക്കുചിതമാവണ്ണം അവൻ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നാം സ്നേഹിക്കുന്നത് അത്ഭുതങ്ങൾ കാണുന്നതിന് വേണ്ടിയല്ല, നാം അത്ഭുതമായി മാറുന്നതിനാണ്. ദൈവം നമ്മളെ അത്ഭുതം കാണിച്ച് സ്നേഹിക്കുകയല്ല, എന്നാൽ ലോകത്തിൽ നമ്മളെ ദൈവം അത്ഭുതങ്ങളാക്കുന്നു. എന്താണ് നമ്മളിൽ അത്ഭുതം? ആർക്കും വേണ്ടാതിരുന്ന നമ്മെ ദൈവത്തിന്റെ പുത്രന്മാരാക്കിയത് ദൈവത്തിന്റെ അത്ഭുതമാണ്. ഈ ലോകത്തിന് മുൻപിൽ ഇതൊരു അത്ഭുതമാണ്. നാം അത്ഭുത സന്തതികളാണ്, അത്ഭുത പുത്രന്മാരാണ്, അത്ഭുത പുത്രിപുത്രന്മാരാണ്. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ദൈവം ജീവിക്കുന്നു എന്നുള്ളതായ ഒരു പ്രത്യാശ. ഈ പ്രത്യാശയുടെ വെളിച്ചം ഈ പ്രഭാതത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും വാഴുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.